നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തി. തൃപ്രയാറിൽ മദ്യലഹരിയിൽ ആക്രമണം നടത്തിയ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. കയ്പമംഗലം പഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ച് LDF ജാഥ നടത്തി. വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തി. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊപ്രക്കളത്ത് നടത്തിയ ഗതാഗത ക്രമീകരണം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ഹൈവേയുടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം കൃത്യമായി മൂടാത്തതുമൂലം വാഹനങ്ങൾ മുട്ടിയുരഞ്ഞാണ് പോകുന്നതെന്നും സമരക്കാർ ആരോപിച്ചു. കൂടാതെ കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ് തുടങ്ങുന്ന ഭാഗത്ത് മാസങ്ങളായി തകർന്നു കിടക്കുന്ന ഭാഗം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഗതാഗത യോഗ്യമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോ കരാർ കമ്പനിയോ തയ്യാറാവുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. ഹൈവേ നിർമ്മാണം ശാസ്ത്രീയമായി നടത്തി ഗതാഗതക്കുരുക്കുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികളും UDF നേതാക്കളും സമരവുമായി രംഗത്തെത്തിയത്. കൊപ്രക്കളം സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം CJ പോൾസൺ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ പോൾസൺ, പഞ്ചായത്ത് അംഗം ജിനൂബ്, അബ്ദുൽ റഹ്മാൻ, നേതാക്കളായ CJ ജോഷി, KB അനിൽകുമാർ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, PN ദാസൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ മേൽപ്പാലത്തിന് സമീപം മദ്യലഹരിയിൽ ആക്രമണം നടത്തിയയാൾ അറസ്റ്റിൽ. പഴുവിൽ അന്തിക്കാടൻ വീട്ടിൽ ഗോപിയെ ഇഷ്ടിക കൊണ്ട് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ തൃപ്രയാർ ചേർക്കര തണ്ടയാൻ വീട്ടിൽ ബിനു സ്വായനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. വലപ്പാട് SHO K അനിൽകുമാർ, SI CN എബിൻ, GSI ഷാബു, GACPO സൈനുദ്ദീൻ, CPO സന്ദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികോത്സവം നടന്നു. PTA പ്രസിഡന്റ് UK ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ കായിക മേളയാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. നമുക്കറിയാം, ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് ഓർമ്മകൾ നമ്മൾക്കുണ്ട്. 4 വർഷം മുമ്പ് ഉപജില്ലയിലായാലും ശരി, ജില്ലയിലായാലും സംസ്ഥാനത്തൊക്കെ തന്നെ ഉയർന്നു നിന്നിരുന്നത്, ഉയർന്ന നിലവാരം പുലർത്തുന്നത്, പോയിന്റുകൾ കരസ്ഥമാക്കിയ നമ്മുടെ സ്കൂളാണ്. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആ പ്രതാപം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് കഴിയണം. ഇന്ന് ഈ 2025 മാർച്ച് 16 ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ സിന്തറ്റിക് ട്രാക്കിലാണ് നമ്മുടെ ഈ കായിക മേള എന്ന് നടക്കുന്നത്. ഇത്രയും കാലം നമ്മുടെ കുട്ടികൾക്കുള്ള പരിശീലനം നടത്താനൊന്നും സാധിച്ചിരുന്നില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. പ്രിൻസിപ്പാൾ SN ഷജ്രത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഷൈനി PV, MPTA പ്രസിഡന്റ് ശ്രീജ ഉല്ലാസ്, സീനിയർ അധ്യാപിക സ്മിത MS, കായിക വിഭാഗം കൺവീനർ സിദ്ധാർത്ഥൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാർച്ച് പാസ്റ്റും ഉണ്ടായിരുന്നു. അധ്യാപകരായ അർച്ചന, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു MB, ഷീജ, നാസർ, ബഷീർ VK, രാംലാൽ, സന്ധ്യ, ഷീജ, പരിശീലകൻ സനൂജ് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി വാർഷിക അനുസ്മരണം നടത്തി. പോളി ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം മനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സുഖലോലുപതയുടെ ജീവിതം നയിക്കാം. അതീവ ബുദ്ധിശാലിയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സീതാറാം യെച്ചൂരി നേടിയ മാർക്ക്, സാമ്പത്തിക ശാസ്ത്രത്തിൽ സീതാറാം യെച്ചൂരി അന്ന് നേടിയ മാർക്ക് കവച്ചു വെക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഇന്ന് വരെ ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടില്ല. അതീവ ബുദ്ധിമാനായ ആ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഒരു IAS കാരനാവാം, അതുപോലെയുള്ള ഒരുപാട് ഉന്നതമായ പദവികൾ അലങ്കരിക്കാം. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അശരണരും
ആലംബഹീനരുമായ ദരിദ്രനാരായണന്മാരെ സേവിക്കുകയാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് വളരെ ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ മുഴുകിയ സഖാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. ലോക്കൽ സെക്രട്ടറി KB ഹംസ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MR ദിനേശൻ, ലോക്കൽ കമ്മിറ്റി അംഗം രജനി ബാബു എന്നിവർ സംസാരിച്ചു. മുറ്റശ്ശൂർ കല്ലാറ്റുപുഴ അമ്പലത്തിന് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന അന്ധനായ രാമചന്ദ്രന് പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു ജംബോ കുടയും ബാഗും ഒരു ദിവസത്തേക്ക് ലോട്ടറി വാങ്ങുവാൻ തുകയും നൽകി. ലയൺ ഡിസ്ട്രിക്ട് 318D ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇത് നൽകിയത്. പ്രൊജക്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ED ഷാജി അധ്യക്ഷനായ ചടങ്ങിൽ റീജിയണൽ ചെയർമാൻ MM ദിനേശൻ, സെക്രട്ടറി രൽസൻ, ട്രഷറർ രഞ്ജിത്ത് ER, മുൻ പ്രസിഡന്റുമാരായ സൽഗുണൻ VR, അശോകൻ KS, രാജീവ് ML എന്നിവർ സംസാരിച്ചു. ഈ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലുള്ള നിർദ്ധരായ ആൾക്കാരെ കണ്ടെത്തി, പ്രത്യേകിച്ച് അന്ധരായ അവർക്കൊരു സ്വയം തൊഴിലിന് വേണ്ടി ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു എലിഫന്റ് അംബ്രലയും അതേപോലെ തന്നെ ലോട്ടറി ബാഗ് നൽകുന്ന ഒരു പദ്ധതി കൂടിയാണിത്. ആ പദ്ധതിയിലൂടെ നമ്മളിങ്ങനെയുള്ള നിർദ്ധരെ കണ്ടെത്തി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ ഒരു നേരത്തെ സഹായമോ പകരം അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് എന്നും ഉപകാരപ്രദമാവുകയും അവരുടെ കുടുംബവും ജീവിതവും മുന്നോട്ട് പോകാനുള്ള ഒരു ലോട്ടറി ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ എംപ്ലോയ്മെൻറ്റ് ഫോർ എക്സിസ്റ്റൻസിലൂടെ നടത്തി വരുന്നത്. ഈ സാറ് വന്ന് ചെയ്തു തന്നതിന് എനിക്ക് ഇതിൽ നല്ലൊരു സമ്മാനം തന്നു. ഒരു കൊടയും ഒരു ബാഗും എനിക്ക് തന്നതിൽ എനിക്കും എൻ്റെ വൈഫും കണ്ണ് കാണാത്തയാണ്. ഞാനും വൈഫും മാത്രമേ ഉള്ളൂ വീട്ടിൽ. രണ്ടാളും കണ്ണ് കാഴ്ചയില്ലാത്തവരാണ്. അപ്പോൾ ഞാൻ അവിടെ, എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഈ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് ഇവിടം വരെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലബ്ബ് തന്നതിൽ എനിക്ക് കോടാനുകൂടി നന്ദി സാറിനോട് പറയാനുണ്ട്. ചെന്നൈ വൈൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തൃശൂർ വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് ഫാർമസി അസോസിയേറ്റീവ് പ്രൊഫസർ VF ഫസീല ഫാർമസിയിൽ PhD നേടി. പെരിങ്ങോട്ടുകര പുതിയ വീട്ടിൽ അബു താഹിറിന്റെ ഭാര്യയും ചൂലൂർ വൈപ്പിനിക്കാട്ടിൽ അബ്ദുൽ മുത്തലീഫ്, റംലത്ത് എന്നിവരുടെ മകളുമാണ്. താന്യം 11ാം വാർഡ് ADS വാർഷികവും ഓണാഘോഷവും താന്യം യുവജന കലാവേദി പരിസരത്ത് നടത്തി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ലത ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് അഞ്ജു ജിമേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, കർഷക അവാർഡുകൾ നേടിയ കർഷകർ, വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച വ്യക്തികൾ എന്നിവരെയും ആദരിച്ചു. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ സതി ജയചന്ദ്രൻ, CADS മോഡൽ ചെയർപേഴ്സൺ സുജിത നിരേഷ്, ADS അംഗങ്ങളായ ബിന്ദു സുരേഷ്, അനിത രമേശ്, ADS സെക്രട്ടറി ഷീന വിനു, ADS വൈസ് ചെയർപേഴ്സൺ പിങ്കി വിപിൻദാസ് എന്നിവർ സംസാരിച്ചു. ശേഷം കസരക്കളി, ഉറിയടി, മിഠായി പെറുക്കൽ, സ്പൂൺ റൈസ്, സുന്ദരിക്ക് പൊട്ടുതൊടൽ, വടംവലി, തിരുവാതിരക്കളി, വീരനാട്യം എന്നീ വിവിധ കലാപരിപാടികൾ നടന്നു. കാണാൻ വിറ്റും ഓണം ഉണ്ണും എന്ന് പറയുന്ന മലയാളിയുടെ മനസ്സിലേക്ക് കുടുംബശ്രീയുടെ തനത് ഉൽപ്പന്നങ്ങൾ, സംസ്ഥാനതല ഓണം വിപണന മേള നമ്മുടെ തൃശ്ശൂരിലാണ് അത് സംഘടിപ്പിക്കപ്പെട്ടത്. ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ആ മേളയിലൂടെ സാധാരണ മനുഷ്യർക്ക് വിലക്കുറവിൽ വിപണിയിൽ നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പൂക്കളം ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂക്കൃഷി നടത്തുന്ന സംഘങ്ങളുണ്ട്. കാർഷിക വിപണിയിൽ ഏറ്റവും നല്ല ജൈവ പച്ചക്കൃഷി നടത്തിക്കൊണ്ടുപോകുന്ന അയൽക്കൂട്ടങ്ങളുണ്ട്. ഇവിടെ തന്നെ ഇതിന്റെ ഭാരവാഹികൾ പ്രസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ പ്രസ്സും സാംസ്കാരികവും കൃഷിയും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും സാംസ്കാരികമായിട്ടുള്ള ഉന്നമനവും എല്ലാം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 14 ഉൾപ്പെടുന്ന പെരിഞ്ഞനം 2ാം വാർഡിലെ ഒരുമ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് SC പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്
20 ലക്ഷം രൂപ ചിലവഴിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് നിർമ്മിച്ചു നൽകുന്നത്. റോഡിനോട് ചേർന്നുള്ള തോടിന്റെ ഭാഗം കെട്ടി ഒതുക്കി മുകളിൽ കൈവരി ഉൾപ്പെടെ സ്ഥാപിച്ചാണ് സിമന്റ് കട്ടകൾ വിരിച്ച റോഡ് നിർമ്മിക്കുന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ RK ബേബി അധ്യക്ഷനായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സൈദം തുക്കോയ തങ്ങൾ, സന്ധ്യ സുനിൽ, KG സജീവ് എന്നിവർ സംസാരിച്ചു. തോടിൻ്റെ സൈഡ് കെട്ടുന്നതിനും ഈ റോഡ് ടൈൽ വിരിച്ച് അറ്റം വരെ 200 ചില്ലാ മീറ്റർ 199 മീറ്റർ നീളത്തിൽ പണിയുന്ന റോഡാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്ന രീതിയിലേക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലൈൻ ഇപ്പോൾ ബൾബ് ഇപ്പോൾ വരും. അപ്പോൾ വെള്ളവും വെളിച്ചവും വഴിയും അതിന് അനുബന്ധമായിട്ട് തോട് കെട്ടി സംരക്ഷിച്ച് കൈവരി കെട്ടിക്കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ വൃത്തിയുള്ള ഒരു റോഡാണ് 20 ലക്ഷം രൂപ SC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിവിഷൻ മെമ്പറുടെ നേതൃത്വത്തിൽ LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ചായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ജാഥ CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മതനിരപേക്ഷതയും ഫെഡറലിസവും ജനാധിപത്യവും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള വലിയ പരിശ്രമമാണ് കേന്ദ്ര ഭരണകൂടം തന്നെ സംഘടിപ്പിക്കുന്നത്. അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിക്കാൻ ഈ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷവാദികളും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ കൊച്ചു കേരളമാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഫാസിസ നടപടികളോടുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു. EK ദേവാനന്ദൻ അധ്യക്ഷനായി. PM അഹമ്മദ് പതാക കൈമാറി. ജാഥ ക്യാപ്റ്റൻ ER ജോഷി, വൈസ് ക്യാപ്റ്റൻ TV സുരേഷ്, മാനേജർ നൂറുൽ ഹുദ, NK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ഞായറാഴ്ച വൈകിട്ട് കാക്കാതിരുത്തി പള്ളിവളവിൽ സമാപിക്കും. INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനോത്സവം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും എഴുത്തുകാരനുമായ സുരേന്ദ്രൻ മങ്ങാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ, ടി എൻ ലെനിൻ, പി ജി സുബിദാസ്, വി വി ചിദംബരൻ മാസ്റ്റർ, വി ഡി പ്രേംപ്രസാദ്, സി ജി സതീശൻ, അരവിന്ദൻ പണിക്കശ്ശേരി, പി വി ദിലീപ് കുമാർ, ടി എ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ലയൺസ് ക്ലബ് ഓണം പരമ്പരാഗത തന്മയതയോടെയും സമൃദ്ധമായ സാംസ്കാരിക പരിപാടികളോടെയും ആഘോഷിച്ചു. ചടങ്ങ് ലയൺസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ശ്രീലത സുരേഷ് വാര്യർ ഭദ്രദീപം തെളിയിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB K ലാൽ ചടങ്ങിൽ അധ്യക്ഷനായി. റീജിയണൽ ചെയർമാൻ ദിനേശ് MM, സോൺ ചെയർമാൻ സുഗതൻ TN, സോൺ ലേഡി ചെയർമാൻ അനിത ഭരതൻ, ട്രഷറർ രാമകൃഷ്ണൻ AP, ക്ലബ്ബ് സെക്രട്ടറി നന്ദകുമാർ കുനിയത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തളിക്കുളം പത്താങ്കല്ല് രുദ്രകാളികയുടെ കൈകൊട്ടിക്കളിയും ക്ലബ്ബ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ഓണസദ്യയോടുകൂടി ഓണാഘോഷം സമാപിച്ചു. എന്നതിൻ്റെ ധ്വനി അതിലുണ്ടോ എന്ന് വരെ സംശയിക്കുന്ന രീതിയിലുള്ള ചില സുഖിപ്പിക്കലൊക്കെ ഓണത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി അതാണല്ലോ, മറ്റുള്ളവരെ സുഖിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രം, സൗമ്യനായ യാതൊരു പ്രശ്നവുമില്ല ശാന്ത സ്വഭാവക്കാരനായ ഒരു ഗവർണർ അടുത്ത കൊല്ലം എന്ന് പറഞ്ഞു. അത് അടുത്ത കൊല്ലം ഗവർണർ ആകുമ്പോൾ ഈ ശാന്ത സ്വഭാവത്തിൽ പോയാൽ ലയണിസം എത്രത്തോളം ഉഷാറായി നടക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അതാദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ അംഗങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടായിരിക്കും വരുന്ന വർഷത്തെ തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC 93 ബാച്ച് കുടുംബ സംഗമവും ഓണാഘോഷവും നടത്തി. ഷൈജു, ഷാനവാസ്, പ്രശാന്ത്, സിലി എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും ഉണ്ടായി. അന്തിക്കാട് FF സെന്റർ പള്ളിഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് അന്തിക്കാട് പള്ളി വികാരി ജോൺ കിടങ്ങൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലിജോ KJ അധ്യക്ഷനായി. സെക്രട്ടറി ജസ്റ്റിൻ ചിരിയം കണ്ടത്ത്, വൈസ് പ്രസിഡന്റ് ഷിജീഷ് KK, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ, രക്ഷാധികാരി ജോസഫ് TL, ജനറൽ കൺവീനർ രഞ്ജിത്ത് P എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മാരകമായി പ്രഖ്യാപിച്ച കണ്ടശങ്കടവ് ഗവൺമെന്റ് സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മണലൂർ MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. നിലവിലുള്ള കെട്ടിടത്തിന് മുകളിൽ 1.30 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത് അധ്യക്ഷനായി. നെൽസൺ മാത്യു, KK കിരൺ, AM സുബിൻ, പ്രിൻസിപ്പൽ A അബീദ, പ്രധാനാധ്യാപിക ബീന K മേനോൻ, പ്രോജക്ട് എഞ്ചിനീയർ വർഷ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് കഴിവുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളരെ റോഡ് സഞ്ചരിച്ചു കൊടുക്കുന്ന കാലഘട്ടമാണ് 2014 കാലഘട്ടം. കാലഘട്ടത്തിൽ 2014 വന്ന സർക്കാരിൻ്റെ സർക്കാർ
കർമ്മപരിപാടികൾ മുന്നോട്ട് വെച്ചത് അതിശ്രദ്ധേയമായ ഒരു കർമ്മപരിപാടിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 10 വർഷം കഴിഞ്ഞപ്പോൾ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായി വിദ്യാഭ്യാസ രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 16 വരെ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ടി സി വാങ്ങി മറ്റു കളകളിൽ പോകുന്ന ഒരു പ്രവണതയായിരുന്നെങ്കിൽ ഈ 10 വർഷത്തിൻ്റെ 9 ലക്ഷത്തിൽ പരം വരുന്ന കുട്ടികൾ തിരിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന കഥയാണ് നമുക്ക് അതേ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാതലത്തിൽ 3ാം സ്ഥാനം മണലൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. ഇത് 2ാമത്തെ തവണയാണ് മണലൂർ പഞ്ചായത്ത് ആർദ്ര കേരളം പുരസ്കാരം കരസ്ഥമാക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണന പട്ടിക തയ്യാറാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചിലവഴിച്ച തുക, സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ സ്കോർ, ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗം, ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്, വാർഡ് തല പ്രവർത്തനങ്ങൾ, പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്കനുസൃതമായ നൂതന ഇടപെടലുകൾ, സാമൂഹിക ഘടകങ്ങളായ ശുചിത്വം, മാലിന്യ പരിപാലനം, പ്രാണി നിയന്ത്രണം, ജീവിതശൈലി ക്രമീകരണത്തിനായുള്ള ഭൗതിക സാഹചര്യങ്ങളൊരുക്കൽ, മോഡേൺ മെഡിസിൻ, ആയുർവേദ, ഹോമിയോ മേഖലകളിലുള്ള ദേശീയ സംസ്ഥാന ആരോഗ്യ പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പ് എന്നിവയും വിലയിരുത്തിയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഈ വർഷത്തിൽ തന്നെ ആരോഗ്യ മേഖലയിലെ മികച്ച സ്ഥാപനത്തിനുള്ള ദേശീയ പുരസ്കാരവും മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ 1ാം ഓർമ്മ ദിനത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. KV ഡേവിസ് അധ്യക്ഷനായി. KR അഭിരാജ്, PS പ്രസാദ്, PK അരവിന്ദൻ, ജനാർദ്ദൻ മണ്ണുമ്മൽ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര സറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 1950 വർഷത്തെ SSLC ബാച്ചിലെ 116 പൂർവ്വ വിദ്യാർത്ഥിനികൾ സെപ്റ്റംബർ 13 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്ന് 45 വർഷത്തിന് ശേഷമുള്ള ഒത്തുചേരൽ സ്കൂൾ പ്രധാനാധ്യാപിക ടെസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എത്രയൊക്കെ പദവികൾ അലങ്കരിച്ചവരാണെങ്കിലും പല പദവികളും വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് നിരീക്ഷിക്കുകയായിരുന്നു. സ്കൂൾ കോമ്പൗണ്ടിലെത്തിയാൽ നമ്മളെല്ലാം സ്കൂൾ കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ആ കുട്ടികൾ എന്തൊക്കെ കാണിച്ചു അത് തന്നെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അമ്മയെന്നോ അമ്മായിയമ്മയെന്നോ മകളെന്നോ ജോലിക്കാരിയെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഇന്നലെ കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങി എങ്ങനെ പോയോ അത് തന്നെയാണ്. ഇനി എന്താ പരിപാടി, അടുത്തത് എന്താ, കൃത്യം ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ഒരു സ്കൂൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അമ്മയില്ല, ആരുമില്ല. ഇവിടെ എല്ലാവരും മക്കളാണ്, ഒരേ എന്താ പറയുക, ഒരു കളിക്കൂട്ടുകാരാണ്. അതിനപ്പുറത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. അത് ശരിക്കും നിങ്ങളുടെ ഇടയിൽ ഞാൻ കണ്ടു. പിന്നെ ഇവിടെ വന്ന് സ്ഥലം അന്വേഷിച്ചതിന് ശേഷം ഇവിടെ മുഴുവൻ തൃപ്തി പോരായിരുന്നു ഇതിൻ്റെ സംഘാടകർക്ക്. ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം നിങ്ങൾ വരേണ്ടത് ഈ കുടുംബത്തേക്ക് തന്നെയാണ് അല്ലേ. ഇവിടെ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയൊക്കെ പോയാലും നമുക്ക് അത്രയും സന്തോഷം കിട്ടുമോ? നിങ്ങൾ ഈ കോമ്പൗണ്ടിൽ ഈ മുറ്റത്ത് കൂടുന്ന സന്തോഷം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിരുന്ന സന്തോഷം കിട്ടുമോ? ഇല്ല. അപ്പം എനിക്ക് ഇവർ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് 2-3 സ്ഥലങ്ങളൊക്കെ ഇവർ അന്വേഷിച്ചു. പക്ഷെ അവസാനം ഇവിടെ തന്നെ. കാരണം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഇവിടെ തന്നെ നമ്മൾ കൂടണം. അതാണ് അതിൻ്റെ വഴി. കൂട്ടായ്മ കോർഡിനേറ്റർ ലക്ഷ്മി ദിലീപ് അധ്യക്ഷയായി. സംഘാടക സമിതി അംഗങ്ങളായ ജലജ TR, ലാല CK, രാജമ്മ സത്യൻ, മിനിയൻ, പുഷ്പം KV, രാജേശ്വരി വിജയൻ, ചന്ദ്രസേന, നിസി KR, മിനിയൻ, ദേവി TV, അനിത TR, സോണിയ രാജീവ് എന്നിവർ പങ്കെടുത്തു. സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സയന്റിസ്റ്റായിരുന്ന സോണിയ രാജീവ്, അധ്യാപകരായിരുന്ന ജസ്സി, ആനി എന്നിവരെയും ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി.
വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എന്നിവർ മുഖ്യാതിഥികളായി. മാധ്യമപ്രവർത്തക ശ്രീനിത കൃഷ്ണൻ, പ്രിൻസിപ്പൽ സാവിത്രി PS, ഹെഡ് മിസ്ട്രസ് ഷീജ TG, വാർഡ് മെമ്പർ EP അജയഘോഷ്, PTA വൈസ് പ്രസിഡന്റ് ഗിരീഷ് പണിക്കർ, PTA പ്രതിനിധികളായ ഷീബ ഷാജഹാൻ, സരിത രാജു, അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിനു ശേഷം UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി കുട്ടികൾക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ പാലപ്പെട്ടിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ബീച്ച് റോഡ് വഴി തൃപ്രയാർ സെന്ററിലേക്ക് കയറേണ്ടതും, ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നാട്ടിക സെന്ററിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് വഴി പോകേണ്ടതുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തി. തൃപ്രയാറിൽ മദ്യലഹരിയിൽ ആക്രമണം നടത്തിയ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. കയ്പമംഗലം പഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ച് LDF ജാഥ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.